channel for current affairs and general knowledge. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ ഗവർണർമാരെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിമാർ അതുപോലെ തന്നെ ഗവർണർമാരെ പറ്റിയിട്ട്. സോ അത് കുറച്ച് പഴയതാണ്. ഇപ്പോൾ പുതിയതായിട്ട്, അതായത് നമുക്കറിയാം ഇപ്പോൾ ഈ ലോക്സഭാ ഇലക്ഷൻ നടന്നതിൻ്റെ ഒപ്പം തന്നെ 4 സംസ്ഥാനങ്ങളിൽ കൂടി ഇലക്ഷൻ നടന്നു. അങ്ങനെ കുറേ മാറ്റങ്ങളും വന്നിട്ടുണ്ട്. സോ അതൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഏറ്റവും അപ്ഡേറ്റഡ്, അതുകൊണ്ടാണ് നമ്മൾ ആ ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഗവർണർ അപ്ഡേറ്റഡ്. ഇത് അപ്ഡേറ്റഡ് ആണ്, ഏറ്റവും റീസെൻറ്റ് ഇന്ന് ഉള്ളതാണ് നമ്മൾ പറയുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാമുകൾക്കും ചോദിക്കാറുള്ള ഒരു മേഖലയാണ്. ഏറിപ്പോൾ ഒരു ചോദ്യമേ ചോദിക്കുള്ളൂ, ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ ഗവർണർമാരെ പറ്റിയാണ് ചോദിക്കുള്ളൂ. സോ അതാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഇതിൽ ഒരു പോയിന്റ് നിങ്ങൾക്ക് നേടാവുന്നതാണ്. സോ നമുക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നീങ്ങാം. അതായത് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ടോപ്പിക്സ് ടു ബി കവേർഡ്, കവർ ചെയ്യുന്ന വിഷയങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ, ഒന്ന് മുഖ്യമന്ത്രിമാരെ കുറിച്ച് നമ്മളൊന്ന് കവർ ചെയ്യും. അതേപോലെ തന്നെ 2 ഗവർണർമാർ, ഏതൊക്കെ സംസ്ഥാനത്തുള്ള ഗവർണർമാർ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നീട് ലോക്സഭാ സീറ്റ്, നമ്മളിതിൽ ലോക്സഭാ സീറ്റിനെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. അതായത് മൊത്തം ലോക്സഭാ സീറ്റ് എത്രയാണ്, ഏതൊക്കെ ഈ ഓരോ സംസ്ഥാനങ്ങൾക്ക് എത്ര സീറ്റ് വെച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ നോക്കും. അടുത്തതാണ് രാജ്യസഭാ സീറ്റ്, മൊത്തം രാജ്യസഭാ സീറ്റ് എത്ര, ഓരോ സംസ്ഥാനങ്ങൾക്കുള്ള രാജ്യസഭാ സീറ്റ് എത്രയെന്നും കൂടി നമ്മൾ കവർ ചെയ്യും. പിന്നെ ഫൈനലായിട്ട് നമ്മൾ MCQസും കൂടി ചെയ്യും. അതായത് ഇതൊക്കെ വെച്ച് ചേർത്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു MCQs നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ പിന്നീട് നോക്കാൻ പോകുന്നത്. സോ ഇങ്ങനെ ഈ 5 വിഷയങ്ങളാണ് നമ്മൾ ഈ ടോപ്പിക് വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യുന്നത്. മുഖ്യമന്ത്രിമാർ, ഗവർണർമാർ, ലോക്സഭാ സീറ്റ്, പിന്നെ രാജ്യസഭാ സീറ്റ്, പിന്നെ MCQs. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആർട്ടിക്കിൾസ്, ഇത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലോ അല്ലെങ്കിൽ പോളിറ്റി ക്ലാസ്സിലോ പറയേണ്ട കാര്യങ്ങളാണ്. എന്നാലും നമ്മളിവിടെ മുഖ്യമന്ത്രിമാരും ഗവർണർമാരെയും കുറിച്ച് പറയുന്നതായതുകൊണ്ട് ഒന്ന് നിങ്ങളുടെ ഓർമ്മ പുതുക്കാനും കൂടി കുറച്ച് ആർട്ടിക്കിൾസ് നമ്മൾ കൊണ്ടുവരികയാണ് ഇതിൽ. സോ ആർട്ടിക്കിൾസ് റിലേറ്റഡ് ടു ചീഫ് മിനിസ്റ്റേഴ്സ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 163 ആണ്. ഓക്കെ, 163 എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു അഡ്വൈസ്, എയ്ഡ് ആൻഡ് അഡ്വൈസ് ഗവർണർ. ഓക്കെ, അതായത് ഗവർണർ എന്നൊരു വ്യക്തി ഉണ്ടല്ലോ, ആ ഗവർണറെ അഡ്വൈസ് ചെയ്യാനും അസിസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടെന്നാണ് ഇതുകൊണ്ട് പറയുന്നത്. ഓക്കെ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഓക്കെ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് നമ്മളിവിടെ ഷോർട്ടായിട്ട് COM എന്ന് എഴുതുന്നുണ്ട്. സോ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു ടീം ആരെ, നമ്മുടെ ഗവർണറെ അഡ്വൈസ് ചെയ്യാനോ അസിസ്റ്റ് ചെയ്യാനോ ഉണ്ടാവണം എന്ന് ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അത് ഏത് ആർട്ടിക്കിളാണെന്ന് ചോദിച്ചാൽ 163, 163. ഓക്കെ, അടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 164. ഈ ആർട്ടിക്കിൾ 164 പറയുന്ന അതർ പ്രൊവിഷൻസ് എന്നാണ്. ഈ അതർ പ്രൊവിഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, അതായത് ആർട്ടിക്കിൾ 164, അതായത് ആർട്ടിക്കിൾ 164(1) അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഈ മുഖ്യമന്ത്രിയെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ മറ്റേ മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്, ഗവർണറാണ്. പക്ഷെങ്കിൽ മുഖ്യമന്ത്രിയുടെ അഡ്വൈസിലാണ് ഈ അതർ മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് നോക്കണം. ഓക്കെ, സോ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ ഏറ്റവും ചീഫ് ആയിട്ടുള്ള ഒരു മിനിസ്റ്റർ ഉണ്ടാവും, അതായിരിക്കും ആര്, ചീഫ് മിനിസ്റ്റർ. ഓക്കെ, ആ ചീഫ് മിനിസ്റ്ററെ അപ്പോയിന്റ് ചെയ്ത ആരായിരിക്കും, ഗവർണർ ആയിരിക്കും. ഓക്കെ, ഗവർണറാണ്, ആയിരിക്കുന്നല്ല, ഈ ചീഫ് മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. അതേപോലെ തന്നെ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതും ഗവർണറാണ്. പക്ഷേങ്കിൽ മുഖ്യമന്ത്രി അഡ്വൈസ് ചെയ്യും ഏതൊക്കെ ആൾക്കാരെയാണ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ മുഖ്യമന്ത്രി ഗവർണറെ ഉപദേശിക്കും. അതിനനുസരിച്ചിട്ടാണ് ഈ ഗവർണർ ഈ ബാക്കി മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇത് പറയുന്ന ഏത് ആർട്ടിക്കിളാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 164(1). ഓക്കെ, (1). ഇനി അടുത്താണ് 164(2). അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റെസ്പോൺസിബിൾ ടു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി.
നമ്മൾ പറഞ്ഞു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടെന്ന്. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അതായത് MLA ജയിച്ച പാർട്ടിയിൽ നിന്ന് MLAമാരെ നിന്നും ആയിരിക്കും ഈ മിനിസ്റ്റേഴ്സ് മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നത്. സോ അങ്ങനെ മന്ത്രിമാരാവുന്ന വ്യക്തികൾക്ക് ഉത്തരവാദിത്വം ആരോടാണെന്ന് ചോദിച്ചാൽ ഉത്തരവാദിത്തമാണ്. അത് സംസ്ഥാന നിയമസഭയിലേക്കായിരിക്കും ഇവരുടെ ഉത്തരവാദിത്തം എന്ന് നോക്കുക. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അതിലേക്കായിരിക്കും ഇവർക്ക് ഉത്തരവാദിത്തം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ 164/2. ഓക്കെ, അടുത്താണ് 164/3. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓത്ത് ഓഫ് മിനിസ്റ്റേഴ്സ് ബിഫോർ ഗവർണർ. ഇവർക്കുള്ള ഈ മിനിസ്റ്റർമാരുടെ ഓത്തൊക്കെ ആര് മുമ്പിലാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവർണറാണ്. ഗവർണറിൻ്റെ മുമ്പിലാണ് ഈ സത്യപ്രതിജ്ഞയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 164/3. ഓക്കെ, സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആർട്ടിക്കിൾ. സോ 163 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവർണറെ അഡ്വൈസ് ചെയ്യാനും അസിസ്റ്റ് ചെയ്യാനും ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വേണമെന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 163. 164 പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ 164/1 പറയുന്നു ഈ മുഖ്യമന്ത്രിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അഡ്വൈസിലാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്ന് നോക്കുക. 164/1. ഇനി ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഉത്തരവാദിത്തം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കാണെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 164/2. അടുത്തതാണ് 164/3 എന്ന് പറഞ്ഞാൽ ഇവരുടെ ഓത്തും കാര്യങ്ങൾ, അതായത് സത്യപ്രതിജ്ഞയും കാര്യങ്ങളൊക്കെ ഗവർണർക്ക് മുന്നിലാണ് ചെയ്യേണ്ടതെന്നും കൂടി പറയുന്നു ആർട്ടിക്കിൾ 164/3. ഇനി ആർട്ടിക്കിൾ 165 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അഡ്വക്കേറ്റ് ജനറലിനെ പറ്റിയിട്ടാണ് ആർട്ടിക്കിൾ 165 പറയുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ആർട്ടിക്കിൾ 76 പറഞ്ഞു കഴിഞ്ഞാൽ AGനെ പറ്റിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, AG എന്താ? അറ്റോർണി ജനറൽ. ഓക്കെ, കേന്ദ്ര സർക്കാരിന് നിയമോപദേശം നൽകുന്ന ഏറ്റവും ഹയസ്റ്റ് നിയമ ഉപദേശകനാണ് അല്ലെ, റാങ്കുള്ള വ്യക്തിയാണ് അറ്റോർണി ജനറൽ. അത് സെൻട്രൽ ഗവൺമെൻറ്റിന് അഡ്വൈസ് കൊടുക്കാനാണ് അറ്റോർണി ജനറൽ. എന്നാൽ ആർട്ടിക്കിൾ 165 എന്തിനെ പറ്റിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് ജനറലാണ്. ഈ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഉപദേശം കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന നിയമ ഉപദേശകനാണ് അഡ്വക്കേറ്റ് ജനറൽ. അതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 165. അടുത്താണ് കണ്ടക്ട് ഓഫ് ബിസിനസ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇതിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സിൽ നമുക്ക് പറയാം. സോ ഇത് ഇപ്പോൾ തൽക്കാലം ഇത് നോക്കിക്കുക. ആർട്ടിക്കിൾ 166 എന്ന് പറയുന്നത് കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെന്ന് നോക്കുക. അടുത്താണ് ആർട്ടിക്കിൾ 167. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഫർണിഷ് ഇൻഫർമേഷൻ ടു ഗവർണർ ബൈ CM. അതായത് നമ്മുടെ ഗവർണർ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞ ഗവർണർ ഉണ്ട്, പിന്നെ അതിൻ്റെ താഴെയായിട്ട് കൗൺസിൽ ഓഫ് മുഖ്യമന്ത്രി ഉണ്ട്, പിന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അപ്പോൾ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഈ മിനിസ്റ്റർമാരുടെ മീറ്റിങ്ങിൽ എടുക്കുന്ന തീരുമാനമോ അല്ലെങ്കിൽ എന്ത് കാര്യം ആയിക്കോട്ടെ അത് മുഖ്യമന്ത്രിയും കൂടി അറിഞ്ഞിട്ടാണല്ലോ എടുക്കുക. ഇങ്ങനെയുള്ള തീരുമാനം ഈ ഗവർണറെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ് എന്ന് പറയുന്നു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 167. ഓക്കെ, സോ ആർട്ടിക്കിൾ 163 എന്താണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, അവർ ഗവർണറെ അഡ്വൈസ് ചെയ്യാനും അസിസ്റ്റ് ചെയ്യാനും എന്ന് പറയുന്ന ആർട്ടിക്കിൾ 163. 164 പറയുന്നു മുഖ്യമന്ത്രിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ് ഓൺ ദ അഡ്വൈസ് ഓഫ് ആര്? മുഖ്യമന്ത്രി പറയുന്ന അനുസരിച്ച്. 164/2 പറയുന്നു ഇവർക്ക് ഉത്തരവാദിത്തം സംസ്ഥാന നിയമസഭയിലാണെന്ന് പറയുന്നു. അടുത്താണ് 164/3 എന്താ? ഇവരുടെ ഓത്ത് ആരുടെ മുമ്പിലാണെന്ന് ചോദിച്ചാൽ ഗവർണറിൻ്റെ മുമ്പിലാണ്. ആർട്ടിക്കിൾ 165 അഡ്വക്കേറ്റ് ജനറലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. 166 കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അടുത്താണ് 167 എന്താണ്? ഫർണിഷ് ഓഫ് ഇൻഫർമേഷൻ ബൈ ഗവർണർ ചീഫ് മിനിസ്റ്റർ ടു ഗവർണർ. അതായത് മുഖ്യമന്ത്രി ഗവർണറെ അതാത് സമയത്ത് തീരുമാനങ്ങൾ ഗവർണറെ അറിയിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 167. ഓക്കെ, ഇത്രയും ആർട്ടിക്കിൾ എല്ലാം വേറെയുമുണ്ട്, എന്നാലും അർജൻറ്റായിട്ട് നമ്മൾ ഈ മുഖ്യമന്ത്രിമാരും ഗവർണറെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് എന്തായാലും ഓർത്തിരിക്കുക, ഇതൊരു റിവിഷനും കൂടി ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, സോ നമുക്ക് ഇനി വേറെ ഒരു കാര്യം, ഈ മുഖ്യമന്ത്രി ആവാൻ, അതായത് ഹൂ ബിക്കം ചീഫ് മിനിസ്റ്റർ, ഈ മുഖ്യമന്ത്രി ആരാണ് പൊതുവെ ആവുന്നതെന്നാണ് നമുക്ക് നോക്കാം. അതായത് ഏറ്റവും മെജോറിറ്റി ഓഫ് വോട്ട് നേടുന്ന പാർട്ടിയിലെ ആൾക്കായിരിക്കും മുഖ്യമന്ത്രി ആവാൻ സാധ്യത. ഓക്കെ, ലീഡർ ഓഫ് ദ പാർട്ടി ദാറ്റ് ഗോട്ട് ദ മെജോറിറ്റി ഷെയർ ഓഫ് വോട്ട്. ഓക്കെ, ഏത് പാർട്ടിക്കാണ് മെജോറിറ്റി ഓഫ് വോട്ട് കിട്ടുന്നത് ആ പാർട്ടിയിലെ നേതാവായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് കൂടുതലും വരാൻ സാധ്യത. പിന്നെ മുഖ്യമന്ത്രിൻ്റെ കാലാവധി ഫിക്സഡ് ആണോ? അല്ല, മുഖ്യമന്ത്രിക്ക് ഇന്ന കാലാവധിയൊന്നും ഇല്ല. ഓക്കെ, അത് പ്ലഷർ ഓഫ് ദ ഗവർണറാണ്. എന്ന് വെച്ചാൽ ഗവർണറിന് ഡിസ്മിസ് ചെയ്യാൻ പറ്റുമോ? അതുമില്ല. കനോട്ട് ബി ഡിസ്മിസ്ഡ് ബൈ ദ ഗവർണർ. ഓക്കെ, കാരണം എന്താ?
ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ അദ്ദേഹത്തിന് എത്രത്തോളം സപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി കൊടുക്കുന്നോ അത്രയും കാലം അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിട്ട് തുടരാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസം സ്വന്തം പാർട്ടി അല്ലെങ്കിൽ അവരെന്നെ പിൻവലിച്ചാൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്തിൽ നിന്നും പുറത്താക്കാനും പറ്റും. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ക്യാൻ ഓൾസോ റിമൂവ് ഹിം ബൈ പാസിംഗ് എ നോൺ കോൺഫിഡൻസ് മോഷൻ അഗെയിൻസ്റ്റ് ഹിം. ഓക്കെ, സോ സ്വന്തം അവിശ്വാസ പ്രമേയം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ സ്ഥാനം നഷ്ടപ്പെടും. ഇനി ഈ നോമിനൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി ഉണ്ട്, റിയൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി. റിയൽ എന്ന് പറയുന്നത് യഥാർത്ഥ ഇതിൻ്റെ കാര്യം നിർവഹിക്കുന്ന വ്യക്തിയാണ് പറയുന്നത്. അത് ആരാന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയാണ്. ഓക്കെ, റിയൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാണ്. എന്നാൽ നോമിനൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗവർണറാണ്. ഓക്കെ, സോ മുഖ്യമന്ത്രി ആരായിട്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി വോട്ട് നേടുന്ന ഷെയർ ഓഫ് വോട്ട് നേടുന്ന പാർട്ടി ആളായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് വരാം. മുഖ്യമന്ത്രിൻ്റെ കാലാവധി ഫിക്സഡ് ആണോ? അല്ല, ഒരു കാലാവധി ഫിക്സഡ് അല്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഭരണ നിർവഹിക്കാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് മറ്റുള്ള ആൾക്കാരെയും കൂടി സപ്പോർട്ടോടെയാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അവരുടെ കൂടെയുള്ളവരുടെ കൂടെ ഉള്ള ആൾക്കാർ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയായിട്ട് നിർദ്ദേശിക്കും. നമുക്കറിയാം പ്രധാനമന്ത്രിയെ എങ്ങനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മറ്റവർ പറയുന്നത്. സോ കൂടെ ഉള്ളവർ അദ്ദേഹത്തിന് എത്രത്തോളം വിശ്വാസം അദ്ദേഹത്തിനുണ്ട് അത്രയും കാലം അദ്ദേഹത്തിന് ഇരിക്കാം. അതിനു മുമ്പ് ഗവർണർക്ക് അദ്ദേഹത്തിന് ഡിസ്മിസ് ചെയ്യാനൊന്നും പറ്റില്ല. എന്നാൽ അവരൊരു നോൺ കോൺഫിഡൻസ് മോഷൻ പാസ്സാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ സ്ഥാനം നഷ്ടപ്പെടും. ഓക്കെ, നമുക്കറിയാം മന്ത്രിസഭയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നോൺ കോൺഫിഡൻസ് മോഷനും കാര്യങ്ങളൊക്കെ പാസ്സാക്കണം. അങ്ങനെ പാസ്സാകാൻ പറ്റിയില്ലെങ്കിൽ ആ മന്ത്രിസഭ തന്നെ വീഴുന്നു. ഓക്കെ, പിന്നെ റിയൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നോക്കുക, റിയൽ മുഖ്യമന്ത്രിയാണ്. എന്നാൽ നോമിനലാണോ? പേരിന് മാത്രം ആരാണ്? ഗവർണറാണെന്ന് കൂടി നോക്കണം. ഓക്കെ, അടുത്താണ് ഫങ്ഷൻസ് ഓഫ് മുഖ്യമന്ത്രി, ഫങ്ഷൻസ് ഓഫ് ചീഫ് മിനിസ്റ്റേഴ്സ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, റെക്കമെൻഡ് ദ നെയിംസ് ഓഫ് പേഴ്സൺ ടു ഗവർണർ ഫോർ ബീയിങ് അപ്പോയിൻറ്റഡ് ആസ് മിനിസ്റ്റർ. അതായത് ആരൊക്കെയാണ് മന്ത്രിമാരാക്കേണ്ടത് എന്നുള്ള ഒരു ലിസ്റ്റ് ആർക്ക് കൊടുക്കും? ഗവർണർക്ക് കൊടുക്കും. ആ കൊടുക്കുന്ന ആരാണ്? മുഖ്യമന്ത്രിയാണ്. സോ അതാണ് മൂപ്പര ആദ്യത്തെ ഉത്തരവാദിത്വം, ഫങ്ഷൻസ്. രണ്ടാമത്താണ് ആർക്കൊക്കെ ഏതൊക്കെ പോർട്ട്ഫോളിയോ, അതായത് ഏതൊക്കെ വകുപ്പ് കൊടുക്കണമെന്ന് അലോക്കേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു ഫങ്ഷനാണ്. അടുത്താണ് നമ്മൾ പറഞ്ഞു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു ഹെഡാണ് ആര്? ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെച്ചാൽ ഈ മന്ത്രിസഭ തന്നെ താഴും. മാത്രമല്ല ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എടുക്കുന്ന മിനിസ്റ്റേഴ്സ്, അതായത് ഈ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഈ മിനിസ്റ്റർമാരിലെ ഏറ്റവും ചീഫ്, അതാണ് ചീഫ് മിനിസ്റ്റർ. സോ ഇദ്ദേഹമാണ് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങിലെ ഹെഡ്, തലവൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. സോ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം അത് ഫൈനലാണ്. ഈ എടുക്കുന്ന തീരുമാനം നമ്മൾ ഗവർണറെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? മുഖ്യമന്ത്രിക്കാണ്. മാത്രമല്ല അദ്ദേഹത്തിന് എപ്പം വേണമെങ്കിലും രാജിവെക്കാം. അടുത്താണ് അഡ്വൈസ് ഗവർണർ ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ്, അഡ്വക്കേറ്റ് ജനറൽ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. മാത്രമല്ല ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനോ മെമ്പർമാരെയോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറലിനെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ കമ്മീഷണറെ ഇവരെ അപ്പോയിൻ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഗവർണറെ ഉപദേശിക്കുന്നതും ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഇതും അദ്ദേഹത്തിൻ്റെ ഒരു ഫങ്ഷനാണ്. അടുത്താണ് ഈ ഇപ്പോൾ ഒരു ഭരിക്കുന്ന പാർട്ടി അദ്ദേഹം ഒരു ഗവൺമെൻറ് നയിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് ഓരോ പോളിസി എടുക്കും. ആ പോളിസി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്ന ആരായിരിക്കും? മുഖ്യമന്ത്രിയായിരിക്കും. അടുത്താണ് റെക്കമെൻഡ് ഗവർണർ ഓൺ ഡെസൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. സംസ്ഥാന നിയമനിർമ്മാണ സഭ പിരിച്ചുവിടാൻ കാര്യങ്ങൾക്കൊക്കെ ഗവർണറെ ഉപദേശിക്കുന്നത് ആരായിരിക്കും? മുഖ്യമന്ത്രിയായിരിക്കും. അടുത്താണ് ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ, ചെയർമാൻ ആരായിരിക്കും? മുഖ്യമന്ത്രിയായിരിക്കും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മുഖ്യ ചീഫ് സ്പോക്സ്മാൻ ആരായിരിക്കും? അതും മുഖ്യമന്ത്രിയായിരിക്കും. അതേപോലെ തന്നെയാണ് സോണൽ കൗൺസിൽ. ഓരോ കൊല്ലം മാറി മാറി വരും. ഓരോ കൊല്ലത്ത് അതായത് ഓരോ ടേമാണ് അവർക്ക് എന്താ പറയുക ഈ സോണൽ കൗൺസിൽ അംഗമാവാൻ പറ്റുന്നത്. വൈസ് ചെയർമാൻ ഓഫ് സോണൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഈ സോണൽ കൗൺസിലിൽ അതായത് ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ കൊല്ലത്തെ ടൈമാണ് കിട്ടുക. നമുക്ക് അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഈ ഒരു കൊല്ലം കിട്ടിയാൽ പിന്നെ കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. സോ അങ്ങനെ ഓരോ സോണൽ കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ പദവി ആർക്ക്? അത് മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും വരിക.
അടുത്തതാണ് മെമ്പർ ഓഫ് ഇൻ്റർസ്റ്റേറ്റ് കൗൺസിൽ. ഇൻ്റർസ്റ്റേറ്റ് കൗൺസിലിൻ്റെ മെമ്പറായിരുന്നു, അതേപോലെ തന്നെ NDCൻ്റെ മെമ്പറാണ് ഗവേണിംഗ് കൗൺസിൽ ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ഗവേണിംഗ് കൗൺസിലെയും അംഗമായിരിക്കും. സോ ഇതാണ് മുഖ്യമന്ത്രിൻ്റെ മെയിൻ ഫങ്ഷൻ. ഒന്ന് പേര് നിർദ്ദേശിക്കുക, ഏതൊക്കെ പോർട്ട്ഫോളിയോ കൊടുക്കണമെന്ന് തീരുമാനിക്കുക, പിന്നെ മൂപ്പരായിരിക്കും എന്താ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഹെഡ്, പിന്നെ ചെയർമാൻമാരെയും അവരൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വൈസ് ചെയ്യുക, പിന്നെ പോളിസി അനൗൺസ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്, പിന്നെ ഡിസൊല്യൂഷൻ ഓഫ് അസംബ്ലി അതാരായിരിക്കും, മുഖ്യമന്ത്രിയാണ്, പിന്നെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ, അതുപോലെ തന്നെ സോണൽ കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ, പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചീഫ് സ്പോർട്സ്മാൻ, ഇതൊക്കെ ആരാണ്, മുഖ്യമന്ത്രിയാണ്. പിന്നെ എന്തോ NDC അല്ലേ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, അതുപോലെ തന്നെ ഇൻ്റർസ്റ്റേറ്റ് കൗൺസിൽ, ഇതിൻ്റെയൊക്കെ മെമ്പറാണ്. അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ ഗവേണിംഗ് കൗൺസിലും അംഗമാണെന്നും കൂടി നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഏതൊക്കെ ഓരോ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ, ഗവർണർമാർ ആരൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏറ്റവും തെക്കേ അറ്റത്തായിട്ട് കിടക്കുന്ന ഈ സംസ്ഥാനം നമുക്ക് ഈ മാപ്പിൽ നമുക്ക് കാണാം, ചിത്രത്തിൽ. ഓക്കെ, ഏറ്റവും അറ്റത്ത് ഇതായിരിക്കും, ഇതാണ് തിരുവനന്തപുരം. ഇവിടെയാണ് നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ട് വരുന്നത് അല്ലേ. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ. ഇനി ഈ ഇടത് ഭാഗത്ത്, ഈ ചിത്രത്തിലെ ഇടത് ഭാഗത്ത് കാണുന്ന ഇവിടെയാണ് എന്ത്, നമ്മുടെ അറേബ്യൻ സീ അല്ലേ. അറേബ്യൻ സീ കാണുന്നത് ഇവിടെ. ഇനി ഇതിൻ്റെ ഈ കിഴക്ക് ഭാഗത്ത് ഈ ഭാഗത്തായിട്ടാണ് എന്ത്, നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് കടന്നു പോകുന്നത് അല്ലേ. നമുക്കറിയാം വെസ്റ്റേൺ ഗട്ട്സ് ബോംബെ മുതൽ അല്ലേ, മഹാരാഷ്ട്ര മുതൽ നമ്മുടെ കന്യാകുമാരി വരെ അല്ലെങ്കിൽ തമിഴ്നാട് വരെ നീണ്ടു കിടക്കുന്നതാണ് ഈ വെസ്റ്റേൺ ഗട്ട്സ്. അത് നമ്മുടെ ഈ കേരളത്തിൻ്റെ ഈ കിഴക്കേ ഭാഗത്ത് കൂടെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ആരാന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നോക്കുക. ഇനി ഗവർണറോ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇനി സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു ലോക്സഭാ സീറ്റും രാജ്യസഭാ സീറ്റിനെ പറ്റിയിട്ടും. സോ അതും കൂടി നമ്മളിവിടെ നോക്കുകയാണ്. കേരളത്തിൽ ആകെ ലോക്സഭാ സീറ്റ് 20ആണ്, രാജ്യസഭാ സീറ്റ് 9. ഇനി അസംബ്ലി സീറ്റ് എത്ര ഉണ്ട് ചോദിച്ചാൽ 140. ഇത് കേരളത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാം എഴുതാൻ പോകുന്നവർ നിർബന്ധമാണ്, അറിഞ്ഞിരിക്കണം. ലോക്സഭാ സീറ്റ് 20 ഉണ്ട്. അതിലിപ്പോൾ കറൻ്റ്ലി എത്രയാണ്, 18 എണ്ണം കോൺഗ്രസ് നേടി അല്ലേ. 18 കോൺഗ്രസ്, അതായത് നമ്മുടെ UDF അല്ലേ. അതേപോലെ തന്നെ ഒരെണ്ണം BJP, പിന്നെ ഒരെണ്ണം LDFും കൂടി നേടിയിട്ടുണ്ട്. സോ ഇതിൻ്റെയാണ് ഇപ്പോഴത്തെ മറ്റേ നമ്മുടെ ലോക്സഭാ സീറ്റിൻ്റെ ഘടന വന്നിരിക്കുന്നത്. സോ മൊത്തം 20. ഇനി രാജ്യസഭ സീറ്റോ 9, പിന്നെ അസംബ്ലി സീറ്റ് 140. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. ഇനി അടുത്താണ് തമിഴ്നാട്. തൊട്ട നമ്മുടെ അയൽപക്ക സംസ്ഥാനമാണ് തമിഴ്നാട്. സോ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആരാണ്, എല്ലാവർക്കും അറിയാം, MK സ്റ്റാലിൻ. ഈ MKൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ. ഓക്കെ, MK സ്റ്റാലിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ. ഇത് ഫുൾ ഫോം ഒന്നും നോക്കണ്ട, എന്നാലും എഴുതിയെന്ന് മാത്രം. ഇനി അവിടുത്തെ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ RN രവി. ഈ ഗവർണറൊക്കെ ഓർത്തിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. ഗവർണർ ആരെന്ന് ചോദിച്ചാൽ RN രവി. ഇനി അവിടുത്തെ ലോക്സഭാ സീറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 39 ലോക്സഭാ സീറ്റ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ പകുതി എടുത്താൽ മതി, 18 എന്ത് രാജ്യസഭാ സീറ്റ്. ഇനി അസംബ്ലി സീറ്റ് കുറച്ച് ഒരു ഫാൻസി നമ്പറാണ്, 234. ഓക്കെ, 234. സോ അവിടുത്തെ ലോക്സഭാ സീറ്റ് 39, രാജ്യസഭ 18, അസംബ്ലി സീറ്റ് 234. ഈ ചിത്രത്തിൽ നമുക്ക് ഇവിടെ കാണാം, ഇതാണ് തമിഴ്നാട് അല്ലേ, ഇതാണ് തമിഴ്നാട്. ഇനിയോ തമിഴ്നാടിൻ്റെ പടിഞ്ഞാറ് വശത്ത് കൂടിയാണ് എന്ത്, വെസ്റ്റേൺ ഗട്ട്സ് പോകുന്നത്. അതിൻ്റെ തലസ്ഥാനമാണ് ചെന്നൈ. പിന്നെ അതിൻ്റെ കിഴക്ക് ഭാഗത്താണ് എന്ത്, ബേ ഓഫ് ബംഗാൾ കിടക്കുന്നത്. ഓക്കെ, അടുത്താണ് കർണാടക. കർണാടകയെ പറ്റിയിട്ട് നമുക്ക് നോക്കണേ. അതിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ആരാന്ന് ചോദിച്ചാൽ സിദ്ധരാമയ്യ. ഓക്കെ, സിദ്ധരാമയ്യാണ് മുഖ്യമന്ത്രി. ഇനി ഗവർണർ ആരാന്ന് ചോദിച്ചാൽ തവർചന്ദ് ഗെഹ്ലോട്ട്. ഇനി അവിടുത്തെ ലോക്സഭാ സീറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 28 എണ്ണമാണ്. ഓക്കെ, ലോക്സഭാ സീറ്റ് 28 ആണ്. നമ്മളെല്ലാ സംസ്ഥാനത്തിൻ്റെ ഈ ലോക്സഭാ സീറ്റൊന്നും നമ്മൾ നോക്കില്ല. ഓക്കെ, എന്താ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള, അതായത് 2 സംസ്ഥാനങ്ങളിൽ, അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ ഒരു തെക്കേ അറ്റത്തെ സംസ്ഥാനങ്ങളിൽ വരുന്ന, സൗത്ത് ഇന്ത്യയിൽ വരുന്നത് തമിഴ്നാട്ടിൽ 39 സീറ്റുണ്ട് ലോക്സഭാ സീറ്റ്. സോ ഏറ്റവും പ്രധാനമാണ് ഒരു ഭരണം പിടിക്കാൻ. 2 കർണാടക, എത്ര, 28 സീറ്റ്. കണ്ടില്ലേ, അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഈ കർണാടകയും തമിഴ്നാടും. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഈ സീറ്റുകളുടെ എണ്ണം കൂടി എടുത്തിരിക്കുന്നത്. സോ ലോക്സഭാ സീറ്റ് 28. ഇനി രാജ്യസഭാ സീറ്റോ 12 എണ്ണം ഉണ്ട്. ഓക്കെ, എവിടെ, കർണാടകയിൽ. ഇനി അസംബ്ലി സീറ്റ് 224. ഇത്
തമിഴ്നാടും കുറച്ച് ഒരു സാമ്യമുണ്ട്. കാരണം എന്താ, തമിഴ്നാടിൻ്റെ അസംബ്ലി സീറ്റ് എത്രയെന്ന് ചോദിച്ചാൽ 234 അതിൽ ഒരു 10 കുറച്ചാൽ കർണാടകേൻ്റെ അസംബ്ലി സീറ്റ് ആവും. എത്ര? 224 അല്ലേ? അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? സോ കർണാടകേൻ്റെ അസംബ്ലി സീറ്റ് എത്ര? ലോക്സഭാ സീറ്റ് 28, രാജ്യസഭാ സീറ്റ് 12, അസംബ്ലി സീറ്റ് 224. ഇനി അടുത്തതാണ് ആന്ധ്രാപ്രദേശ്. നമ്മൾ ആന്ധ്രാപ്രദേശിലേക്ക് എത്താണ്. ഈ ആന്ധ്രാപ്രദേശിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് മുതലേ പഠിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ തീരമുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ് തന്നെയാണ്. ഇത്രയും തീരമുണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം, തെക്കേ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, ഇനി അവിടുത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ എൻ ചന്ദ്രബാബു നായിഡു. ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ ഒപ്പം ഇവിടെയും ഇലക്ഷൻ നടന്നിട്ടുണ്ട്. അങ്ങനെ TDP ഇവിടെ അധികാരത്തിലെത്തി. YSR കോൺഗ്രസ് പോയി. ഇപ്പോൾ TDP ആണ്, തെലുങ്കു ദേശം പാർട്ടീൻ്റെ അധ്യക്ഷനായിട്ടുള്ള എൻ ചന്ദ്രബാബു നായിഡു ആണ് ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി. ഇനി അവിടുത്തെ ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്ദുൽ നസീർ ആണെന്ന് നോക്കാം. ഇനി അവിടുത്തെ ലോക്സഭാ സീറ്റ് ഇപ്പം നമുക്കറിയാം. ഇപ്പോൾ BJPക്ക് കേന്ദ്രം ഭരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കക്ഷികളാണ് ആര്? ഒന്ന് TDP അല്ലേ, 2 JDU അല്ലേ? എന്തുകൊണ്ടാണ്? TDPക്ക് 16 ലോക്സഭാ സീറ്റും JDUക്ക് 12 ലോക്സഭാ സീറ്റും ഉണ്ട്. അപ്പോൾ TDക്ക് 16 ലോക്സഭാ സീറ്റ് കിട്ടുകയാണെങ്കിൽ അവിടുത്തെ ലോക്സഭാ സീറ്റ് മൊത്തം എത്ര? 25 കണ്ടില്ലേ വ്യത്യാസം? സോ തെക്കേ ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിൽ ലോക്സഭാ സീറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 25 ലോക്സഭാ സീറ്റാണ്. രാജ്യസഭാ സീറ്റ് 11 രാജ്യസഭാ സീറ്റ്. ഇനി അസംബ്ലി സീറ്റ് ഇപ്പോൾ അവിടെ ഭരണം പിടിച്ചു എന്ന് പറഞ്ഞില്ലേ, 175 അസംബ്ലി സീറ്റിൽ 135 TDPയാണ്. ഓക്കെ, TDP നേടി. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ അസംബ്ലി സീറ്റിൻ്റെ കാര്യം ഇവിടെ ഉൾക്കൊള്ളിച്ച്. സോ ആന്ധ്രാപ്രദേശ് ഇപ്പോൾ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ എൻ ചന്ദ്രബാബു നായിഡു. ഇനി അവിടുത്തെ ഗവർണർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്ദുൽ നസീർ. അവിടുത്തെ ലോക്സഭാ സീറ്റ് 25, രാജ്യസഭാ സീറ്റ് 11. ഇനി അവിടുത്തെ മൊത്തം അസംബ്ലി സീറ്റ് എത്രയെന്ന് ചോദിച്ചാൽ 175. ഇപ്പം ഭരിക്കുന്നത് TDP ആണ്. മൊത്തം എത്ര സീറ്റ് അവർ കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ 135 സീറ്റ് നേടിയിട്ടാണ് TDP അവിടെ അധികാരത്തിൽ വന്നത്. അടുത്താണ് തെലങ്കാന. തൊട്ട് അടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ് ഈ തെലങ്കാന. ഈ ആന്ധ്രാപ്രദേശിനെ വിഭജിച്ചതാണ് ഈ തെലങ്കാന വന്നത്. അവിടുത്തെ പുതിയ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ റേവന്ത് റെഡ്ഡിയാണ്. ഇനി ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CP രാധാകൃഷ്ണനാണ്. പക്ഷേ ഇത് താൽക്കാലികമാണ്. ഓക്കെ, ഇത് താൽക്കാലികമാണ് എന്ന് നോക്കണം. കാരണം തമിഴ്ശി സുന്ദരരാജനായിരുന്നു, അതിപ്പോൾ മാറി. സോ തെലങ്കാനയിലത്തെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ റേവന്ത് റെഡ്ഡിയാണ്. അവിടുത്തെ ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CP രാധാകൃഷ്ണനാണ്, താൽക്കാലികമാണ് നോക്കുക. ഇനി അസംബ്ലി സീറ്റ്, ലോക്സഭാ സീറ്റ് എത്രയെന്ന് ചോദിച്ചാൽ 17 ലോക്സഭാ സീറ്റ് ഉണ്ട്. ഓക്കെ, 17 ലോക്സഭാ സീറ്റ്. ഇനി രാജ്യസഭാ സീറ്റോ 7. ഓക്കെ, ലോക്സഭാ സീറ്റ് 17ഉം രാജ്യസഭാ സീറ്റ് 7 ആണെന്നും കൂടി നോക്കാം. ഇനി നമുക്ക് ഈ തെലങ്കാനയെ പറ്റി വേറൊരു കാര്യം, ഈ തെലങ്കാന എന്നാ ഉണ്ടായെന്ന് നോക്കാം. ഓക്കെ, ഇത് ഇത് ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ് ഈ തെലങ്കാന ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞു. അതെന്നാണ് വന്നത്? ജൂൺ 2014. ഓക്കെ, 2 ജൂൺ. ഓക്കെ, 2 ജൂൺ 2014 ഈ തെലങ്കാന സ്റ്റേറ്റ് ഉണ്ടായതെന്ന് നോക്കാം. ഓക്കെ, സോ 10 കൊല്ലം കഴിഞ്ഞു ഇപ്പോൾ ഈ തെലങ്കാന സ്റ്റേറ്റ് ഉണ്ടായെന്നും കൂടി നോക്കണം. സോ 2 ജൂൺ 2014 ഈ തെലങ്കാന സ്റ്റേറ്റ് ഫോം ചെയ്തത് നോക്കാം. പിന്നെ ഓൺലി ലാൻഡ് ലോക്ക്ഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇൻ സൗത്ത് ഇന്ത്യ. ഓക്കെ, കരബന്ധിത സംസ്ഥാനമാണ് സ്റ്റേറ്റാണ് ഈ തെലങ്കാന എന്നും കൂടി നോക്കാം. കാരണം എന്താ? ലാൻഡ് ലോക്ക്ഡ്. ഓക്കെ, ലാൻഡ് ലോക്ക്ഡ് സ്റ്റേറ്റ് ഇൻ സൗത്ത് ഇന്ത്യയിലെ ഒരേ ഒരു കരബന്ധിത സംസ്ഥാനമാണ് ഈ തെലങ്കാന എന്ന് നോക്കുക. ഈ ട്രയാങ്കിൾ ഷേപ്പിൽ കിടക്കുന്നത്. ഓക്കെ, അതിൻ്റെ തലസ്ഥാനമാണ് ഹൈദരാബാദ്. കൂടാതെ ട്വിൻ സിറ്റി എന്നറിയപ്പെടുന്ന സെക്കന്ദരാബാദും ഇവിടെ തന്നെയാണ്. സോ ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇവിടെ മഹാരാഷ്ട്ര വരുന്നു, ഇവിടെ ഛത്തീസ്ഗഡ് വരുന്നു. ഓക്കെ, ഇവിടെ ആന്ധ്രാപ്രദേശ് വരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഇടയിലായിട്ട് ഒരു തീരപ്രദേശമില്ലാതെ കര മാത്രമുള്ള ഒരു സംസ്ഥാനമാണ് തെലങ്കാന. അതുകൊണ്ടാണ് ഇതിനെ ലാൻഡ് ലോക്ക്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അടുത്താണ് ഗോവ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് അല്ലേ? അതിൻ്റെ മുഖ്യമന്ത്രി ആണെന്ന് ചോദിച്ചാൽ പ്രമോദ് സാവന്താണ്. ഇനി അവിടുത്തെ ഗവർണറോ മലയാളിയായിട്ടുള്ള PS ശ്രീധരൻപിള്ള. ഇനി ഇവിടുത്തെ ഒരു ഫാക്റ്റാണ്, എത്ര ലോക്സഭാ സീറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ 2 ലോക്സഭാ സീറ്റും ഒരു രാജ്യസഭാ സീറ്റും. ഓക്കെ, സോ ഗോവയെ പറ്റി പറയുകയാണെങ്കിൽ പ്രമോദ് സാവന്താണ് അവിടുത്തെ മുഖ്യമന്ത്രി. പിന്നെ ഗവർണർ PS ശ്രീധരൻപിള്ള. ഇനി ലോക്സഭാ സീറ്റ് 2, രാജ്യസഭാ സീറ്റ് 1. അടുത്താണ് മഹാരാഷ്ട്ര. തൊട്ട് മുകളിൽ കിടക്കുന്ന സംസ്ഥാനമാണ്
മഹാരാഷ്ട്ര. അടുത്ത മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഏക്നാഥ് ഷിൻഡെയാണ്. ഇനി ഗവർണറോ രമേശ് ബയാസാണ് അല്ലേ. സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാ? മുംബൈ അല്ലേ. സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാ? മുംബൈ. കാരണം ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് മുംബൈ. പുരോഗതി ഉള്ളതും മുംബൈ തന്നെ. സോ അടുത്ത മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഏക്നാഥ് ഷിൻഡെയാണ്. ഇനി അവിടുത്തെ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ രമേശ് ബയാസ്. അടുത്താണ് ഗുജറാത്ത്. ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഭൂപേന്ദ്ര പട്ടേലാണ്. നോക്കുക. ഓക്കെ, ഭൂപേന്ദ്ര പട്ടേൽ. ഇനി അവിടുത്തെ ഗവർണറോ ആചാര്യ ദേവ്ദത്ത്. നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അല്ലേ. മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആരാ? നരേന്ദ്രമോദി. എവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ഗുജറാത്തിലത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഈ നരേന്ദ്രമോദി. അതിന് ശേഷമാണ് ഇദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ആയത് അല്ലേ. സോ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ഭൂപേന്ദ്ര പട്ടേൽ, ഗവർണറോ ആചാര്യ ദേവ്ദത്ത്. ഇനി അടുത്താണ് മധ്യപ്രദേശ്. മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ മോഹൻ യാദവ് ആണ്. നോക്കുക. ഓക്കെ, മോഹൻ യാദവ്. ഇത് പുതിയതാണ്, അപ്ഡേറ്റഡ് ആണ്. സോ മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ മോഹൻ യാദവ് ആണ്. ഇനി ഗവർണറോ മംഗുഭായ് പട്ടേൽ. MM. ഇത് ഈ മധ്യപ്രദേശിൻ്റെ ഈ M ഒക്കെ വെച്ച് തന്നെ നമുക്ക് ഓർത്തിരിക്കാം അല്ലേ. MMM കണ്ടില്ലേ. മോഹൻ യാദവ്, മംഗുഭായ് പട്ടേൽ. സോ മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി മോഹൻ യാദവ്, ഗവർണർ മംഗുഭായ് പട്ടേൽ. അടുത്താണ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ വിഷ്ണു ദിയോ സായ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ മധ്യപ്രദേശിലും അതേപോലെ തന്നെ ഛത്തീസ്ഗഡിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഉള്ള മാറ്റം വന്നിരിക്കുന്ന ചില സംസ്ഥാനം ഒഡീസയൊക്കെ. സോ ഈ ഛത്തീസ്ഗഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം പബ്ലിക് സർവീസ് കമ്മീഷനിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഛത്തീസ്ഗഡിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരാന്നൊക്കെ ചോദിച്ചിട്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ് വിഷ്ണു ദിയോ സായ്. ഇനി അവിടുത്തെ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ BB ഹരിചന്ദ്. അടുത്താണ് ഒഡീസ. ഒഡീസൻ്റെ ഇപ്പോൾ അറിയാം ഈ 2024 ലോക്സഭാ ഇലക്ഷനൊപ്പം ഒഡീസയിലും അസംബ്ലി ഇലക്ഷൻ നടന്നു. അങ്ങനെ കുറച്ച് നാളായിട്ട് നവീൻ പട്നായിക്കിൻ്റെ ഭരണം അവിടെ അവസാനിപ്പിച്ച് ഇപ്പോൾ BJP അവിടെ അധികാരത്തിലേറി. നോക്കുക. ഓക്കെ, ഇപ്പോൾ ആരാ ഭരിക്കുന്നതെന്ന് ചോദിച്ചാൽ BJP ആണ്. അടുത്ത മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ മോഹൻ ചരൺ മാഞ്ചിയാണ്. നോക്കുക. മോഹൻ ചരൺ മാഞ്ചി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ചോദിക്കാനും സാധ്യതയുണ്ട്. മോഹൻ ചരൺ മാഞ്ചി. ഇനി ഗവർണറാ രഘുബർ ദാസ്. സോ ഒഡീസയിൽ ഇപ്പോൾ ഭരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ BJP ആണ്. നവീൻ പട്നായിക്കിൻ്റെ അധികാരം നഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ മോഹൻ ചരൺ മാഞ്ചി, ഗവർണർ രഘുബർ ദാസ്. അടുത്താണ് വെസ്റ്റ് ബംഗാൾ. ഇനി വെസ്റ്റ് ബംഗാളിലെ നമുക്ക് എല്ലാവർക്കും ഓരോ കേട്ട് പരിചയമുണ്ട്. CV ആനന്ദബോസാണ് ഗവർണർ. പിന്നെ മുഖ്യമന്ത്രിയോ മമതാ ബാനർജി. അടുത്താണ് ജാർഖണ്ഡ്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ് ചമ്പൈ സോറൻ. ഇനി അവിടുത്തെ ഗവർണറാണ് CP രാധാകൃഷ്ണൻ. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഈ CP രാധാകൃഷ്ണൻ വേറെ സംസ്ഥാനത്തിൻ്റെ താൽക്കാലിക ഗവർണറും കൂടിയാണ്. അതാണ് ഏത്? തെലുങ്കാന അല്ലേ. തെലുങ്കാനേൻ്റെ ഗവർണറും കൂടിയാണ് അദ്ദേഹം, പക്ഷേ താൽക്കാലികമാണെന്ന് നോക്കുക. സോ ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ, ഗവർണർ CP രാധാകൃഷ്ണൻ. അടുത്താണ് സിക്കിം. സിക്കിമിൻ്റെയും മാറ്റം വന്നു. കാരണം മുഖ്യമന്ത്രി മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ആരാന്ന് ചോദിച്ചാൽ PS ഗോലെയാണ്. നോക്കുക. PS ഗോലെയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ഇനി അവിടുത്തെ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ ലക്ഷ്മണ പ്രസാദ് ആചാര്യ. ഇനി അവിടുത്തെ ലോക്സഭാ സീറ്റും രാജ്യസഭാ സീറ്റും എത്രയെന്ന് ചോദിച്ചാൽ 1 തന്നെയാണ്. ഓക്കെ, അവിടുത്തെ ലോക്സഭാ സീറ്റും രാജ്യസഭാ സീറ്റും എത്രയെന്ന് ചോദിച്ചാൽ 1 തന്നെയാണ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. കാരണം ലോക്സഭാ സീറ്റും രാജ്യസഭാ സീറ്റും ഒരെണ്ണമായിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതാണെന്ന് ചോദിക്കാം. സോ അത് സിക്കിമാണെന്ന് നോക്കാം. ഓക്കെ, സിക്കിമിനാണ് ഒരു ലോക്സഭാ സീറ്റും ഒരു രാജ്യസഭാ സീറ്റും എന്ന് നോക്കാം. അടുത്താണ് ബീഹാർ. നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ തവണ ബീഹാറിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തി ഈ അടുത്തും കോൺഗ്രസ് വിട്ട് വീണ്ടും, അല്ലെങ്കിൽ UDF വിട്ട് വീണ്ടും നമ്മുടെ BJPൻ്റെ കൂടെ ചേർന്ന നിതീഷ് കുമാറാണ് അവിടുത്തെ മുഖ്യമന്ത്രി. ഇനി അവിടുത്തെ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ വിശ്വനാഥ് ആർലേക്കർ. അടുത്താണ് UP. എല്ലാവർക്കും അറിയാം അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഓക്കെ, യോഗി ആദിത്യനാഥ്. പിന്നെ അവിടുത്തെ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ ആനന്ദിബായ് പട്ടേൽ. അടുത്താണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ സുഖ്വീന്ദർ സിംഗ് സുഖു. ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, മുമ്പ് ജമ്മു കാശ്മീരൊക്കെ ആയിരുന്നു, പക്ഷേ ജമ്മു ഒക്കെ പോയി, അതിപ്പോൾ UT ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഏറ്റവും മോസ്റ്റ്
ഓക്കെ, നോർത്തേൺ മോസ്റ്റ് സ്റ്റേറ്റ്, ഏറ്റവും വടക്കേറ്റത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശാണെന്ന് നോക്കാം. ഓക്കെ, 2 തലസ്ഥാനമുണ്ട്, സിംലയുണ്ട്, അതുപോലെ തന്നെ ധർമ്മശാലയുണ്ട്. അവിടുത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഖ്വീർ സിംഗ് സുഖു, അതുപോലെ തന്നെ ഗവർണർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവപ്രസാദ് ശുക്ലയാണെന്നും കൂടി നോക്കണം. അടുത്താണ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുഷ്കർ സിംഗ് ധാമിയാണെന്ന് നോക്കാം. ഓക്കെ, പുഷ്കർ സിംഗ് ധാമി. പിന്നെ ഗവർണറോ ഗുർമീത് സിംഗ് ആണെന്ന് കൂടി നോക്കാം. പുഷ്കർ സിംഗ് ധാമി ആണ് മുഖ്യമന്ത്രി, പിന്നെ ഗുർമീത് സിംഗ് ഗവർണറാണെന്നും കൂടി നോക്കാം. അടുത്താണ് പഞ്ചാബ് നമുക്കറിയാം ആം ആദ്മിയുടെ ഭരണമുള്ള ഒരു സംസ്ഥാനമാണ് ഏത്, പഞ്ചാബ്. അത് ആരാ ഭരിക്കുന്ന മുഖ്യമന്ത്രിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗ്വന്ത് സിംഗ് മാൻ ആണെന്ന് കൂടി നോക്കാം. പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രി ഭഗ്വന്ത് സിംഗ് മാൻ. പിന്നെ അവിടുത്തെ ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൻവാരിലാൽ പുരോഹിത്. സോ അവിടെ ഭഗ്വന്ത് സിംഗ് മാൻ ആണ് അവിടുത്തെ പഞ്ചാബ് മുഖ്യമന്ത്രി. ഗവർണറോ ബൻവാരിലാൽ പുരോഹിത്. ഓക്കെ, അടുത്താണ് ഹരിയാനയുടെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നയാബ് സിംഗ് സായിനി. ഓക്കെ, നയാബ് സിംഗ് സായിനിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ഓക്കെ, സോ BJP ആണ് ഇവിടെ ഭരിക്കുന്നത്. ഈ അടുത്തൊരു മാറ്റം വന്നു, അങ്ങനെയാണ് നയാബ് സിംഗ് സായിനിനെ മുഖ്യമന്ത്രിയാക്കി മാറ്റിയത്. സോ ഹരിയാനയിലെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നയാബ് സിംഗ് സായിനിയാണ്. ഇനി ഈ മനോഹർ ലാൽ ഖട്ടർ ആയിരുന്നു അവിടുത്തെ മുൻ മുഖ്യമന്ത്രി എന്ന് നോക്കാം. മനോഹർ ലാൽ ഖട്ടർ. ഓക്കെ, മനോഹർ ലാൽ ഖട്ടർ ആയിരുന്നു മുൻ മുഖ്യമന്ത്രി, മുൻ CM ആരാന്ന് ചോദിച്ചാൽ മനോഹർ ലാൽ ഖട്ടർ. അദ്ദേഹം രാജിവെച്ചതിൻ്റെ ശേഷമാണ് നയാബ് സിംഗ് സായിനി മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. ഇനി അവിടുത്തെ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ ദത്താത്രേയ. ഓക്കെ, ബന്ദാരു ദത്താത്രേയ. അടുത്താണ് രാജസ്ഥാൻ. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്, രാജസ്ഥാൻ. അവിടുത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭജൻലാൽ ശർമ്മയാണെന്ന് നോക്കാം. ഇതും ഇപ്പോൾ BJPൻ്റെ ഭരണത്തിലാണ് ഉള്ള സംസ്ഥാനമാണെന്ന് നോക്കാം. സോ രാജസ്ഥാൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഭജൻലാൽ ശർമ്മ. ഇനി അവിടെ തന്നെ ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലോ കൽരാജ് മിശ്ര. ഭജൻലാൽ ശർമ്മയാണ് മുഖ്യമന്ത്രി, കൽരാജ് മിശ്രയാണ് ഗവർണർ. ഏറ്റവും ബിഗ്ഗസ്റ്റ് സംസ്ഥാനമാണ് ഏത്, ബിഗ് സ്റ്റേറ്റ് ആണ് ഏത്, ഈ രാജസ്ഥാൻ അല്ലേ. പിന്നെ മാത്രമല്ല താർ ഡെസേർട്ട് ഉള്ള സംസ്ഥാനമാണ് രാജസ്ഥാൻ അല്ലേ. പിന്നെ ഏറ്റവും കൂടുതൽ അതിർത്തി അല്ലേ, ബൗണ്ടറി വിത്ത് ആര്, പാകിസ്ഥാൻ. ഏറ്റവും കൂടുതൽ പാകിസ്ഥാനായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ഏത്, രാജസ്ഥാൻ. അടുത്താണ് നമുക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് എത്തുകയാണ്. അരുണാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേമ ഖണ്ഡു ആണെന്ന് നോക്കാം. പേമ ഖണ്ഡു. ഇനി അവിടെ തന്നെ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ കൈവല്യ ത്രിവിക്രമൻ. ഓക്കെ, കൈവല്യ ത്രിവിക്രമൻ. അടുത്താണ് ആസാമിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഹേമന്ത് ബിശ്വ ശർമ്മയാണെന്ന് നോക്കാം. ഓക്കെ, ഹേമന്ത് ബിശ്വ ശർമ്മ. അതുപോലെ തന്നെ ഗുലാബ് ചന്ദ് ഖട്ടാരിയാണ് അവിടുത്തെ ഗവർണർ. സോ ഹേമന്ത് ബിശ്വ ശർമ്മയാണ് മുഖ്യമന്ത്രി. ഇനി ആസാമിലെ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ ഗുലാബ് ചന്ദ് ഖട്ടാരിയ. ഈ ആസാമിൽ കൂടെയാണ് കണ്ടില്ല ഇവിടെ നദി കണ്ട പോകുന്നത്, ഈ ആസാമിൽ കൂടെയാണ് നമ്മുടെ ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത്. ഒരേ ഒരു ആൺ നദി എന്നറിയപ്പെടുന്ന നദിയായിട്ടുള്ള ബ്രഹ്മപുത്ര ഒഴുകി പോകുന്നത്. ഇതിൻ്റെ അടുത്താണ് ഗുവാഹത്തി പട്ടണം, അതുപോലെ തേസ്പൂർ പട്ടണം, ദിബ്രുഗർ. ഓക്കെ, ഇതൊക്കെ ഈ ആസാമിലാണെന്ന് കൂടി നോക്കണം. അടുത്താണ് നാഗാലാൻഡിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ നെപ്യൂ റിയോ ആണെന്ന് നോക്കാം. ഓക്കെ, നെപ്യൂ റിയോ. ഈ ഗവർണറോ ലാ ഗണേഷ് ആണെന്ന് നോക്കാം. ഈ നാഗാലാൻഡിൻ്റെ തൊട്ട് അടുത്ത് കിടക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ മ്യാൻമാറാണ്. ഓക്കെ, മ്യാൻമാർ. ഇനി അടുത്താണ് നാഗാലാൻഡിൻ്റെ തൊട്ട് അടിയിൽ കിടക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മണിപ്പൂരാണ്. ഓക്കെ, മണിപ്പൂരിൻ്റെ തലസ്ഥാനം ഇംഫാൽ. ഇനി അവിടുത്തെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ എൻ ബീരാൻ സിംഗ്. ഓക്കെ, എൻ ബീരാൻ സിംഗ് ആണ് അവിടുത്തെ മുഖ്യമന്ത്രി. ഗവർണറോ അൻസൂയ ഐക്ക്. അടുത്തതാണ് മിസോറാം. ഈ മണിപ്പൂർ നമ്മൾ ഈ ചിത്രം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഈ മണിപ്പൂർ കണ്ടില്ലേ, അതായത് നാഗാലാൻഡ് തൊട്ട് മുകളിലായിട്ട് കിടക്കും. അതിൻ്റെ താഴെയായിട്ടാണ് മണിപ്പൂരിൻ്റെ താഴെയായിട്ടാണ് മിസോറാമിൻ്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഐസാവൽ. ഇനി മിസോറാമിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ പിയു ലാൽദു ഹോമയാണ് നോക്കുക. ഇനി അടുത്ത ഗവർണറോ കെ ഹരിബാബു ആണ് നോക്കാം. ഓക്കെ, കെ ഹരിബാബു. ഇനി അടുത്താണ് മേഘാലയേൻ്റെ മുഖ്യമന്ത്രിയാണ് കോൺറാഡ് സാങ്മ. ഓക്കെ, കോൺറാഡ് സാങ്മ. അതേപോലെ തന്നെ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ പാഗു ചൗഹാൻ. അടുത്താണ് ത്രിപുരേൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ മാണിക് സാഹയാണ്. അതേപോലെ തന്നെ ഇന്ദ്രസേന റെഡ്ഡിയാണ് അവിടുത്തെ ഗവർണർ. സോ ത്രിപുരേൻ്റെ മുഖ്യമന്ത്രി മാണിക് സാഹ.
ഗവർണർ ഇന്ദ്രസേന റെഡ്ഡി. ഏറ്റവും കൂടുതൽ കാലം ത്രിപുര ഭരിച്ചിരുന്ന പാർട്ടിയായിരുന്നു CPM. അത് അവസാനം ഇപ്പോൾ പോയി BJPൻ്റെ കയ്യിലും ആയി. ഓക്കെ, അടുത്താണ് യൂണിയൻ ടെറിട്ടറീസ്. മൊത്തം എത്ര? സോ നമ്മളിപ്പോൾ പറഞ്ഞു സംസ്ഥാനങ്ങളെ പറ്റി. സോ 28 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഗവർണർമാരെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തത് UT. സോ മൊത്തം എത്ര UTകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ UT എന്ന് പറയുന്നത് എന്താ? കേന്ദ്രഭരണ പ്രദേശം, യൂണിയൻ ടെറിട്ടറീസ്. മൊത്തം 8 എണ്ണം ഉണ്ട്. ഈ 8 എണ്ണത്തിൻ്റെയും കൂടിയാണ് നമ്മളിനിപ്പോൾ ഈ യൂണിയൻ ടെറിട്ടറീസിൻ്റെ ഗവർണർമാരല്ല ഉണ്ടാവുക. ഓക്കെ, അതിന് ലെഫ്റ്റനൻറ്റ് ഗവർണർമാരാണ് ഉണ്ടാവുക. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഡൽഹിനെ നമുക്ക് ആദ്യം നോക്കാം. ഡൽഹിൻ്റെ മുഖ്യമന്ത്രി നമുക്കറിയാം അരവിന്ദ് കെജ്രിവാൾ. ഇനി അവിടുത്തെ ലെഫ്റ്റനൻറ്റ് ഗവർണർ ആരാന്ന് ചോദിച്ചാൽ VK സക്സേന, അതായത് വിനയ് കുമാർ സക്സേന. അടുത്തതാണ് പുതുച്ചേരി. ഈ പുതുച്ചേരിനെ നമുക്കറിയാം രംഗസ്വാമി. ഓക്കെ, രംഗസ്വാമിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. രംഗസ്വാമി. അവിടുത്തെ ലെഫ്റ്റനൻറ്റ് ഗവർണർ ആരാന്ന് ചോദിച്ചാൽ T സൗന്ദരരാജനാണെന്ന് കൂടി നോക്കാം. അടുത്താണ് ദാദ്ര ആൻഡ് നാഗർ ഹവേലി എന്ന് പറഞ്ഞിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശം ഉണ്ടല്ലോ ഗുജറാത്തിലുള്ള, അതിൻ്റെയും അതുപോലെ തന്നെ ലക്ഷദ്വീപ് അതിൻ്റെയും ലെഫ്റ്റനൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആരാന്ന് ചോദിച്ചാൽ പ്രഫുൽ പട്ടേലാണ് നോക്കാം. ഓക്കെ, സോ ദാദ്ര ആൻഡ് ലക്ഷദ്വീപിൻ്റെ ആരാന്ന് ചോദിച്ചാൽ പ്രഫുൽ പട്ടേൽ, ഒറ്റ ആളാണ്. പിന്നെ അൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ബേ ഓഫ് ബംഗാളിലുള്ള നിക്കോബാർ ഐലൻഡ്സിൻ്റെ ലെഫ്റ്റനൻറ്റ് ഗവർണർ ആരാന്ന് ചോദിച്ചാൽ DK, അതായത് ദേവേന്ദ്ര കുമാർ ജോഷിയാണെന്ന് നോക്കാം. DK ജോഷി. ഇനി ജമ്മു കാശ്മീരിൻ്റെയോ ആരാന്ന് ചോദിച്ചാൽ മനോജ് സിൻഹയാണ്. ഓക്കെ, ജമ്മു കാശ്മീരിൻ്റെ ലെഫ്റ്റനൻറ്റ് ഗവർണർ ആരാന്ന് ചോദിച്ചാൽ മനോജ് സിൻഹ. അതുപോലെ തന്നെ ലഡാക്കിൻ്റെ ആരാന്ന് ചോദിച്ചാൽ BD മിശ്ര. പിന്നെ ചണ്ഡീഗഡിൻ്റെ ആരാന്ന് ചോദിച്ചാൽ ബൻവാരിലാൽ പുരോഹിത്. ഈ ബൻവാരിലാൽ പുരോഹിത് തന്നെയാണ് പഞ്ചാബിൻ്റെയും ഗവർണർ. ഓക്കെ, സോ ഡൽഹിൻ്റെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ലെഫ്റ്റനൻറ്റ് ഗവർണർ VK സക്സേന. ഇനി പുതുച്ചേരിൻ്റെയോ രംഗസ്വാമി, ലെഫ്റ്റനൻറ്റ് ഗവർണർ T സൗന്ദരരാജൻ. ദാദറിൻ്റെയും അതേപോലെ തന്നെ ലക്ഷദ്വീപിൻ്റെയും ഒരാളാണ് പ്രഫുൽ പട്ടേൽ. അൻഡമാനിൻ്റെ DK ജോഷി. ജമ്മു കാശ്മീരിൻ്റെ മനോജ് സിൻഹ. ലഡാക്കിൻ്റെ BD മിശ്ര. ചണ്ഡീഗഡിൻ്റെ ബൻവാരിലാൽ പുരോഹിത് പഞ്ചാബിൻ്റെ ഗവർണറാണ്. സോ അതന്നെയാണ് ഈ ചണ്ഡീഗഡിൻ്റെയും വരുന്നത്. ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ് നമ്മുടെ പറഞ്ഞിരുന്നു. ഒന്ന് മുഖ്യമന്ത്രിമാരെ പറ്റി പറയും, പിന്നെ അതിന് ശേഷം ഗവർണർമാരെ പറ്റി പറയുമെന്ന് പറഞ്ഞു. അടുത്താണ് ലോക്സഭാ സീറ്റ്. ഓക്കെ, ലോക്സഭാ സീറ്റിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ UP ആണ്. ഓക്കെ, ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റ്, 80 സീറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയ്ക്കാണ്, 48 സീറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ 42 സീറ്റ്. ഓക്കെ, സോ UP കഴിഞ്ഞാൽ മഹാരാഷ്ട്ര വരും, അത് കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ വരും, കാരണം 42 സീറ്റ് ഉണ്ട്. അതിന് ശേഷമാണ് പിന്നെ ബീഹാർ വരുന്നത്, 40 സീറ്റ്. ഓക്കെ, അത് കഴിഞ്ഞാൽ ബീഹാർ 40 സീറ്റ്. അത് കഴിഞ്ഞാൽ തമിഴ്നാട് വരും, 39 സീറ്റ്. ഇപ്പം മനസ്സിലായില്ലേ തമിഴ്നാട് സീറ്റും കാര്യങ്ങളും നമ്മൾ പറയാൻ കാരണം. സോ ഓർത്തിരിക്കുക, UPക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ്, 80 സീറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര എത്രയെന്ന് ചോദിച്ചാൽ 48. പിന്നെ വെസ്റ്റ് ബംഗാൾ വരും, 42 സീറ്റ്. അത് കഴിഞ്ഞാൽ ബീഹാർ വരും 4ാം സ്ഥാനത്ത്. ഓക്കെ, 4ാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സീറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ 1 മഹാരാഷ്ട്ര UP, 2 മഹാരാഷ്ട്ര, 3 വെസ്റ്റ് ബംഗാൾ, 4 ബീഹാർ, 40 സീറ്റ്. പിന്നെ 5ാം സ്ഥാനത്ത് തമിഴ്നാട് എത്തുന്നു, എത്ര? 39 സീറ്റ്. അതൊന്നൊരു 10 കുറച്ചാൽ മധ്യപ്രദേശിൻ്റെ സീറ്റാവും, എത്ര? 29. പിന്നെ നമ്മൾ പറഞ്ഞു കർണാടകയ്ക്ക് 28 സീറ്റ്, പിന്നെ 26 സീറ്റായിട്ട് ഗുജറാത്ത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആന്ധ്രാപ്രദേശും രാജസ്ഥാനും 25 സീറ്റ് വരുന്നു. പിന്നെ ഒഡീസ 21 സീറ്റ്, പിന്നെ കേരളം 20 സീറ്റ്, തെലുങ്കാന 13 സീറ്റ്, പിന്നെ പഞ്ചാബ് തെലുങ്കാന 17 സീറ്റ് ഉണ്ട്, പിന്നെ പഞ്ചാബ് 13 സീറ്റ്. ഇതും കഴിഞ്ഞില്ല, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ നമ്മൾ എഴുതിയിരിക്കുക, പരമാവധി ഇത് നോക്കുക. ഈ ഓർഡറും കൂടി നമ്മൾ ഇവിടെ എഴുതി വെച്ചത് നോക്കുക. UP ഏറ്റവും കൂടുതൽ സീറ്റ്, പിന്നെ മഹാരാഷ്ട്ര, പിന്നെ വെസ്റ്റ് ബംഗാൾ, പിന്നെ ബീഹാർ, പിന്നെ തമിഴ്നാട്. ഈ ഫോർമാറ്റിൽ ഒരു ചോദ്യം മുമ്പ് ചോദിച്ചിട്ടുണ്ട്, സോ അതുകൊണ്ടാണ് പറയുന്നത്. ഇനി അടുത്താണ് ലോക്സഭാ സീറ്റ് സ്റ്റേറ്റ്സ് വിത്ത് 2 ലോക്സഭാ സീറ്റ്, അതായത് 2 ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന് അരുണാചൽ പ്രദേശ്. ഓക്കെ, ഏറ്റവും വടക്കേ അറ്റത്തുള്ള നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലുള്ള അരുണാചൽ പ്രദേശ്, അതുപോലെ തന്നെ മണിപ്പൂർ. ഓക്കെ, പിന്നെ മിസോറാം, മേഘാലയ, ത്രിപുര, പിന്നെ
ഗോവ. ഓക്കെ, ഇത് നോക്കി വെക്കണം, കാരണം 2 ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. സോ അതിൽ ഓർത്തിരിക്കണം, അരുണാചൽ പ്രദേശ് ഉണ്ട്, മണിപ്പൂരുണ്ട്, മിസോറാം ഉണ്ട്, മേഘാലയ, ത്രിപുര, അതുപോലെ തന്നെ ഗോവ. ഈ 5 എണ്ണം നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ആണ്. സോ അത് നമുക്ക് ഓർത്തിരിക്കാം. ബാക്കിയുള്ള ഈ ഗോവയാണ് 2 സീറ്റുകളിലും നോക്കാം. പിന്നെ ഈ യു ടിയിലുള്ള 2 സംസ്ഥാനങ്ങൾ നമ്മൾ നോക്കണം. പക്ഷേ ഈ നോക്കേണ്ട ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഡൽഹിയും ജമ്മു കാശ്മീരാണ്. ഡൽഹിക്ക് 7 ലോക്സഭാ സീറ്റുണ്ട്. ഓക്കെ, ഡൽഹിക്ക് 7 ലോക്സഭാ സീറ്റുണ്ട്. ജമ്മു കാശ്മീരിനോ 5 എണ്ണം. പക്ഷേ ഇപ്പം നിലവിലില്ല എന്ന് മാത്രം. സോ അല്ല, ഉണ്ട്. ഓക്കെ, അതും ഉണ്ട്. ലോക്സഭാ സീറ്റൊക്കെ ഉണ്ട്. അസംബ്ലി സീറ്റ് മാത്രമേ ഇല്ലാത്തുള്ളൂ. സോ ഡൽഹിയിൽ 7 ലോക്സഭാ സീറ്റും ജമ്മു കാശ്മീരിൽ 5 ലോക്സഭാ സീറ്റുമാണ് ഉള്ളത്. ഇനി അടുത്താണ് ഒരു ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ നോർത്ത് ഈസ്റ്റിൽ വരുന്ന സിക്കിമും നാഗാലാൻഡും വരും. ഓക്കെ, സിക്കിമും നാഗാലാൻഡും ഓരോ സീറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. അതായത് അൻഡമാൻ, പിന്നെ കടലിൽ കിടക്കുന്ന ലക്ഷദ്വീപ്, പിന്നെ ദാമൻ ആൻഡ് ദിയു ഉണ്ട്, പിന്നെ ദാദർ, പിന്നെ പുതുച്ചേരി, ചണ്ഡീഗഡ്, ലഡാക്ക്. ഇതൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ഓക്കെ, ഈ ഇത്രയുള്ളത്. ബാക്കി സംസ്ഥാനമായിട്ട് വരുന്നത് ഈ 2 എണ്ണേ ഉള്ളൂ. ഓക്കെ, സ്റ്റേറ്റ്സ് ആയിട്ട് ഏത് ഈ നാഗാലാൻഡും വരും, സിക്കിമും വരും. അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ ഇത് എഴുതിയെന്ന് മാത്രം. സോ ലോക്സഭാ സീറ്റ്, ഒരു ലോക്സഭാ സീറ്റുള്ള 2 സംസ്ഥാനങ്ങളിലും ഒന്ന് സിക്കിമും നാഗാലാൻഡും. എന്നാൽ അതിൽ യു ടിയും കൂടി വരുന്നുണ്ട്, അത് നമ്മൾ ഉൾപ്പെടുത്തുന്നു മാത്രം. ഏത് അൻഡമാൻ, ലക്ഷദ്വീപ്, ദാദ്ര നാഗർ ഹവേലി, പിന്നെ ദാദ്ര എന്ന് പറഞ്ഞിട്ട് 2 സെപ്പറേറ്റ് ആയി വന്നു. പിന്നെ പുതുച്ചേരി ഉണ്ട്, ചണ്ഡീഗഡ് ഉണ്ട്, പിന്നെ ലഡാക്ക്. സോ ഇത്രയും ഓർത്തിരിക്കുക. അടുത്താണ് രാജ്യസഭാ സീറ്റിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രാജ്യസഭാ സീറ്റും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ നോക്കിയിരിക്കുക. ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റും വരുള്ളൂ. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? എത്ര? 80 ലോക്സഭാ സീറ്റ് ഉള്ള യു പി. അതിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റ്. 31 രാജ്യസഭാ സീറ്റ് ഉള്ളതെന്ന് നോക്കാം. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്ര, നമ്മൾ പറഞ്ഞിട്ടുള്ള 19 സീറ്റ്. പിന്നെയാണ് ഒരു ഇത് ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുള്ള 18 വെച്ചിട്ട് ഏത്? തമിഴ്നാട്. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റ് ഉള്ളത് ഒന്ന് യു പി 31 ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര 19 സീറ്റ്, പിന്നെ 18 സീറ്റ് ആയിട്ട് തമിഴ്നാട് വരുന്നു. പിന്നെ 16 സീറ്റ് ആയിട്ട് 2 സംസ്ഥാനം വരുന്നുണ്ട്, അതാണ് വെസ്റ്റ് ബംഗാളും ബീഹാറും. പിന്നെ കർണാടക 12 സീറ്റ് വരുന്നു. പിന്നെ ഗുജറാത്ത്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് 11 സീറ്റ് വരുന്നു. ഓക്കെ, പിന്നെ ഒഡീസ, അതുപോലെ തന്നെ രാജസ്ഥാൻ 10 സീറ്റ്. പിന്നെ പ്രധാനപ്പെട്ടത് കേരള 9 സീറ്റ് വരുന്നു. പിന്നെ ഡൽഹി 3 സീറ്റ്. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഡൽഹിയിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, ലോക്സഭാ സീറ്റ് 7 ഉണ്ട്, രാജ്യസഭാ സീറ്റ് 3 ഉണ്ട്. സോ യു പി ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റ് 31, പിന്നെ 19 മഹാരാഷ്ട്ര, പിന്നെ തമിഴ്നാട് 18 വരുന്നു. പിന്നെ 16 രാജ്യസഭാ സീറ്റ് ഉള്ളതാണ് ഏത്? വെസ്റ്റ് ബംഗാൾ, ബീഹാർ. 12 കർണാടക, പിന്നെ ഗുജറാത്ത്, മധ്യപ്രദേശ്, ആന്ധ്ര 11, പിന്നെ ഒഡീസയും രാജസ്ഥാനും 10, പിന്നെ കേരള 9, പിന്നെ ഡൽഹിക്ക് 7 ലോക്സഭാ സീറ്റും 3 രാജ്യസഭാ സീറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു രാജ്യസഭാ സീറ്റുള്ള സംസ്ഥാനങ്ങളെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും നമ്മളിതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണമില്ല, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ, അതായത് നമുക്കറിയാം 7 നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾ നമുക്കറിയാം. അരുണാചൽ പ്രദേശ്, ആസാം, അങ്ങനെയുള്ള ആ 7 എണ്ണവും ഇതിൽ പെടുന്നുണ്ട്. ഓക്കെ, അരുണാചൽ പ്രദേശ്, ആസാം, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, മേഘാലയ, ത്രിപുര. ഈ 7 എണ്ണവും ഒരു രാജ്യസഭാ സീറ്റേ ഉള്ളൂ, അത് ഓർത്തിരിക്കുക. സോ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് 7 എണ്ണം വരുന്നുണ്ട്. പിന്നെ ഗോവ, സിക്കിം, പിന്നെ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരിയും വരുന്നുണ്ട്. ഓക്കെ, സോ മൊത്തം എത്ര സംസ്ഥാനം ഇതിൽ വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ 9 എണ്ണം വരുന്നുണ്ട്. ഓക്കെ, 9 സ്റ്റേറ്റാണ് ഒരു രാജ്യസഭാ സീറ്റുള്ളത്, പിന്നെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. സോ 9 സംസ്ഥാനം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നോർത്ത് ഈസ്റ്റിൽ 7 എണ്ണം പ്ലസ് ഗോവ, അതുപോലെ തന്നെ സിക്കിം, പിന്നെ പുതുച്ചേരിയും ഒരു രാജ്യസഭാ സീറ്റേ ഉള്ളൂ എന്നും കൂടി നോക്കണം. അപ്പോൾ ഗൈസ്, ഇതാണ് മെയിനായിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൽ വരുന്ന മുഖ്യമന്ത്രിമാർ, ഗവർണർമാർ, പിന്നെ ലോക്സഭാ സീറ്റുകളെ പറ്റിയിട്ട്
പിന്നെ രാജ്യസഭാ സീറ്റുകളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത കുറച്ച് MCQs നമുക്ക് ചെയ്യാം. എന്നിട്ട് എങ്ങനെയാണ് ഈ നമ്മൾ പഠിച്ചത് ആപ്ലിക്കേഷൻ ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അക്കോർഡിംഗ് ടു ഡാഷ് ദ ചീഫ് മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ ഗവർണർ. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 164, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 32, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 311, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 42. നമുക്കറിയാം, നമ്മൾ അതിൽ പറഞ്ഞതാണ് ആർട്ടിക്കിൾ 164 അല്ലെ, ആർട്ടിക്കിൾ 164(1) അല്ലേ, പ്രകാരമാണ് ഈ മുഖ്യമന്ത്രിയെ ആര് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ഗവർണർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അത് ഇതിലിപ്പം ജസ്റ്റ് ആർട്ടിക്കിൾ 164 എന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ യഥാർത്ഥത്തിൽ ഏതാ 164(1) അല്ലേ, (1) പ്രകാരമാണ് ഇത് മുഖ്യമന്ത്രിയെ ഗവർണർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അടുത്താണ് ഹു ഈസ് ദ നോമിനൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി അല്ലെങ്കിൽ ഡി ജൂർ എക്സിക്യൂട്ടീവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? നോമിനൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി. ഓപ്ഷൻ എ ഫിനാൻസ് മിനിസ്റ്റർ, ഓപ്ഷൻ ബി പ്രസിഡന്റ്, ഓപ്ഷൻ സി പാർലമെന്റ്, ഓപ്ഷൻ ഡി ഗവർണർ. കറക്റ്റ് ആൻസർ ഏതാ? നമുക്കറിയാം, നോമിനൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, നോമിനൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി ആരാ? ഗവർണർ അല്ലേ. റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാരാ? മുഖ്യമന്ത്രി. സോ ഇവിടുത്തെ ഉത്തരം ഡി, ഗവർണറാണ്. ഓക്കെ. ഇനി അടുത്താണ് ദ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കൺസിസ്റ്റ് ഓഫ് ഗവർണർ ഡാഷ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ദ അഡ്വക്കേറ്റ് ജനറൽ. ഇതാണ് നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് നമ്മൾ ആർട്ടിക്കിൾ പറഞ്ഞല്ലോ. ഏതാ? 163, 164, 165 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇതിൽ ഈ പറഞ്ഞ ആൾക്കാർ തന്നെയാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഈ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് പെടുന്ന ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. സോ ഇതിൽ ഓപ്ഷൻസ്: എ ചീഫ് മിനിസ്റ്റർ, പിന്നെ ബി പീപ്പിൾ, സി പ്രൈവറ്റ് ഇൻഡസ്ട്രീസ്, ഡി പ്രസിഡന്റ്. സോ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ ഇവിടെ ഒന്നാരാ പറയുന്നത്? ഗവർണറാ പറയുന്നുണ്ട്. പിന്നെ ഡാഷ് അതാരാന്ന് നമുക്കറിയില്ല. പിന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പിന്നെ അഡ്വക്കേറ്റ് ജനറൽ അല്ലേ. സോ നമ്മൾ പറഞ്ഞിരുന്നു, ഒന്ന് മുഖ്യമന്ത്രി ഉണ്ട്, അദ്ദേഹത്തിൻ്റെതായിട്ട് അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്ററിൻ്റെ ഹെഡായിട്ട് മുഖ്യമന്ത്രി ഉണ്ട്. പിന്നെ നമ്മൾ AG പറഞ്ഞിരുന്നു, ആർട്ടിക്കിൾ 165 അല്ലേ, ആർട്ടിക്കിളിൽ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഗവർണറും വരുന്നുണ്ട്. സോ ഇതിലിപ്പോൾ വരാത്ത ആരാ? ഗവർണറുണ്ട് ഓപ്ഷനിൽ, പിന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ AG ഉണ്ട്. സോ വരാത്ത ആരാ? മുഖ്യമന്ത്രി അല്ലേ. സോ ഇവിടുത്തെ ഉത്തരം എന്താ? ഓപ്ഷൻ എ ചീഫ് മിനിസ്റ്റർ. അടുത്താണ് സെലക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടീസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ ഫ്രം ഫോളോയിങ് ബൈ യൂസിങ് ദ കോഡ് ഗിവൺ ബിലോ. ഓക്കെ, ചോദ്യം നോക്കണം. സെലക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടീസ് ഓഫ് ചീഫ് മിനിസ്റ്റർ. മുഖ്യമന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടീസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. 1. ചീഫ് മിനിസ്റ്റർ കമ്മ്യൂണിക്കേറ്റ്സ് ടു ദ ഗവർണർ all decisions of the council of minister related to the administration of affairs of the state. അതായത് ഗവർണറെ ചീഫ് മിനിസ്റ്റർ ഈ അദ്ദേഹത്തിൻ്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ വരുന്ന തീരുമാനം, സ്റ്റേറ്റിൻ്റെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഈ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആരെ അറിയിക്കണം? ഗവർണറെ അറിയിക്കണം. ഇതാണ് ഒന്നാമത്തെ ചോദ്യം, പോയിന്റ്. 2. ചീഫ് മിനിസ്റ്റർ കമ്മ്യൂണിക്കേറ്റ്സ് ടു ദ ഗവർണർ ദ പ്രൊപ്പോസൽ ഫോർ ലെജിസ്ലേഷൻ. പ്രൊപ്പോസൽസ്, അതായത് ലെജിസ്ലേഷന് വേണ്ടിയിട്ടുള്ള പ്രൊപ്പോസൽസ്, നിയമ നിർമ്മാണത്തിനും കാര്യത്തിനും വേണ്ടിയിട്ടുള്ള പ്രൊപ്പോസൽ കാര്യങ്ങൾ എന്താ വെച്ചാൽ അതും ഗവർണറെ, മുഖ്യമന്ത്രിയെ അറിയിക്കണം. 3. ദ ചീഫ് മിനിസ്റ്റർ പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ മീറ്റിംഗ് ഓഫ് ദ NDC അല്ലേ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ മീറ്റിങ്ങിൽ ചീഫ് മിനിസ്റ്റർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞിരുന്നു, ഈസ് എ മെമ്പർ. 4. Chief Minister submits for the consideration of Council of Ministers any matter on which a decision has been taken by a minister, but not which has not been considered by the council as if the governor requests. അതായത് ചീഫ് മിനിസ്റ്റർ submits the consideration of the council of ministers as any matters on which a decision has been taken by the minister. ഒരു മിനിസ്റ്റർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ തീരുമാനത്തിൻ്റെ മുകളിൽ മിനിസ്റ്റർ ഒരു തീരുമാനം എടുത്തു, ഏതെങ്കിലും ഒരു ഇഷ്യൂവിൻ്റെ മുകളിൽ ഒരു മിനിസ്റ്റർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്നാൽ അത് ഈ ഒരു കൗൺസിലിൽ വെച്ചിട്ടില്ല, അല്ലെങ്കിൽ കൗൺസിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു കാര്യം ചർച്ചയ്ക്ക് വെക്കണമെന്ന് പറഞ്ഞ് ഗവർണർ ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഇത് മുഖ്യമന്ത്രി ചെയ്യുന്നു എന്നും കൂടിയാണ് ഇതിൽ പറയുന്നത്. സോ നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടീസ് ഓഫ് മുഖ്യമന്ത്രി അല്ലേ, ചീഫ് മിനിസ്റ്ററിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടിയാണ് ചോദിക്കുന്നത്. നമ്മൾ ആർട്ടിക്കിൾ 167 നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ടു ഫർണിഷ് ദ ഡീറ്റെയിൽസ് ബൈ ദ മുഖ്യമന്ത്രി ടു ഗവർണർ.
സോ അത് പ്രകാരം എന്താ, ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ തീരുമാനമൊക്കെ ആരെ അറിയിക്കണം? ഗവർണറെ അറിയിക്കണം ഭരണമായിട്ട് ബന്ധപ്പെട്ട്. സോ ആദ്യത്തെ ചോദ്യമായിട്ടുള്ള ഓപ്ഷൻ 1 ശരിയാണ്. 2, ദ ചീഫ് മിനിസ്റ്റർ കമ്മ്യൂണിക്കേറ്റ്സ് ടു ദ ഗവർണർ ദ പ്രൊപ്പോസൽ ഫോർ ലെജിസ്ലേഷൻ. എന്തെങ്കിലും മാറ്റം വരുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിയമമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആരെ അറിയിക്കണം? ഗവർണറെ അറിയിക്കണം. സോ അതും ശരിയാണ് അല്ലേ. 3, ദ ചീഫ് മിനിസ്റ്റർ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മീറ്റിംഗ് ഓഫ് ദ NDC. ഈ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൽ മുഖ്യമന്ത്രി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, മീറ്റിങ്ങിൽ പങ്കെടുക്കാറുണ്ട്. അതുമാത്രമല്ല ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കാറുണ്ട്. എന്നാൽ ഈ NDC എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എന്നല്ല. ഓക്കെ, ഇതൊരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി അല്ല. മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ വേണ്ട. സോ ഇതൊരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ വരില്ല. സോ ഇതൊരു തെറ്റാണ്. അടുത്തതാണ് ദ ചീഫ് മിനിസ്റ്റർ. നമ്മൾ പറഞ്ഞു ഏതെങ്കിലും മിനിസ്റ്റർ ഏതെങ്കിലും ഒരു വിഷയത്തിന് മുകളിൽ തീരുമാനം എടുത്തിട്ടുണ്ട്, എന്നാൽ അത് ഇതുവരെയായിട്ടും കൗൺസിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം നടത്തിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഗവർണറുടെ തീരുമാനപ്രകാരം അത് ഈ കൗൺസിലിൽ വെക്കുന്ന ആരായിരിക്കും? മുഖ്യമന്ത്രിയാണ് അല്ലേ. സബ്മിറ്റ് ഫോർ ദ കൺസിഡറേഷൻ അതായിരിക്കും മുഖ്യമന്ത്രിയാണ്. കാരണം മുഖ്യമന്ത്രിയാണ് ഏത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഹെഡ്. സോ ഏതെങ്കിലും മിനിസ്റ്റർ ഒരു തീരുമാനം എടുത്തു, പക്ഷേ എങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനയൊന്നും നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ അതിന് തീരുമാനം വന്നിട്ടില്ല. അങ്ങനെയുള്ള കാര്യത്തിൽ ഗവർണർക്ക് ആവശ്യപ്പെടാം ഇത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ അവരുടെ മുന്നേ പ്രസൻറ്റ് ചെയ്യണം. അങ്ങനെ അത് ഗവർണർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാം. മുഖ്യമന്ത്രി അത് എന്ത് ചെയ്യും? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങിൽ വെക്കും. സോ ഇത് വെക്കുന്ന ആരാ? മുഖ്യമന്ത്രി തന്നെയാണ്. സോ ഓപ്ഷൻ 4ഉം കറക്റ്റാണ്. സോ നമ്മുടെ ഉത്തരം എന്താ? 1, 2, 4 ആണ് വരിക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 4 ആണ് കറക്റ്റ്. ഇവിടെ ഈ മൂന്നാമത്തെ വരാത്തതിൻ്റെ മെയിൻ കാരണം NDC, അതിലത്തെ മെമ്പറാണ്, ശരിയാണ്. പക്ഷെങ്കിൽ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി അല്ല. കാരണം NDC എന്ന് പറഞ്ഞാൽ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അതുകൊണ്ടാണ്. അടുത്താണ് വിച്ച് among the following states have only one ലോക്സഭ സീറ്റ്? ഓക്കെ, ഇതാണ് ചോദ്യം. ഓപ്ഷൻ എ തെലങ്കാന, ഓപ്ഷൻ ബി സിക്കിം, ഓപ്ഷൻ സി നാഗാലാൻഡ്, ഓപ്ഷൻ ഡി ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഈ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൽ ഈ തെലങ്കാനയ്ക്ക് എത്ര സീറ്റ് ഉണ്ട്? ലോക്സഭാ സീറ്റ് 17 ലോക്സഭാ സീറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു സിക്കിമിന് എത്ര ലോക്സഭാ സീറ്റ് ആയിരുന്നു? 1 ലോക്സഭാ സീറ്റ്. നാഗാലാൻഡിനോ 1 ലോക്സഭാ സീറ്റ്, അതല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്. ആൻഡമാനോ അതിനും 1 ലോക്സഭാ സീറ്റ്. സോ നമ്മളിവിടെ ചോദിച്ച ചോദ്യം എന്താ? ഹാവ് ഓൺലി 1 ലോക്സഭാ സീറ്റ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ബി, സി, ഡി. ആ ഉത്തരം നോക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എന്താ ഇവിടെ 3, ബി, സി, ഡി അല്ലേ. എന്നാൽ ഇതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഈ ഉത്തരം തെറ്റാണ്. കാരണം ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം നോക്കൂ, വിച്ച് among the following states എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് among the following states. ഇവിടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഒരു സ്റ്റേറ്റ് അല്ല, ഇതൊരു UT ആണ്. ഓക്കെ, സോ ഡി ഇവിടെ കറക്റ്റ് ഉത്തരമല്ല. സോ ഇവിടെ കറക്റ്റ് ഉത്തരം വരിക ചാൻസ് ബിയും സിയും. ചാൻസ് അല്ല, കറക്റ്റ് ഉത്തരം ബിയും സിയെ വരുള്ളൂ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2, ബി ആൻഡ് സി ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇങ്ങനെയും നിങ്ങളെ തെറ്റിക്കാം എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്താണ് ചോദ്യമാണ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെഫറൻസ് ടു ചീഫ് മിനിസ്റ്റർ. മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ്, ഈസ് ദ ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. ആണോ? നമ്മളിത് പറഞ്ഞാണ് അദ്ദേഹം സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാനാണ് അല്ലേ. സോ ഇത് കറക്റ്റാണ്. അടുത്താണ് ഈ ആക്ട്സ് ആസ് എ ചെയർമാൻ ഓഫ് ദ സോണൽ കൗൺസിൽ ബൈ റൊട്ടേഷൻ. നമ്മൾ പറഞ്ഞിരുന്നു സോണൽ കൗൺസിലെ ഇദ്ദേഹം ആരാണ്? വൈസ് ചെയർമാനാണ് അല്ലേ. സോണൽ കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, ചെയർമാൻ പ്രൈം മിനിസ്റ്ററാണ്. വൈസ് ചെയർ ആണ് ആര് വരിക? മുഖ്യമന്ത്രിമാർ വരിക. അത് ഓരോ കൊല്ലം മാറിക്കൊണ്ടിരിക്കും. സോ സോണൽ കൗൺസിലിൻ്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്ററാണ്, വൈസ് ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഇവിടെ എന്താ പറഞ്ഞത്? ഈസ് ആക്ട്സ് ആസ് എ ചെയർമാൻ ഓഫ് സോണൽ കൗൺസിലിനാണ്. അത് ശരിയാണോ തെറ്റാണോ? തെറ്റ്. ഓക്കെ, അടുത്താണ് ഈസ് എ വൈസ് ചെയർമാൻ ഓഫ് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ വിച്ച് ഈസ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. ഇനി ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലിൽ മുഖ്യമന്ത്രി ആരാണ്? മെമ്പറാ അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു ഈസ് എ മെമ്പർ ഓഫ് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ ആൻഡ് NDC അല്ലേ. അതുപോലെ തന്നെ ഗവേണിംഗ് കൗൺസിൽ ഓഫ് ഏത്? നീതി ആയോഗ് അല്ലേ. അല്ലാണ്ട് അദ്ദേഹം വൈസ് ചെയർമാൻ ആണോ? അല്ല. സോ ഈ ഓപ്ഷനും തെറ്റാണ്. ഇനി നമുക്ക് ചോദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ? വിച്ച് ഓഫ് ദ എബോവ് മെൻഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്. അതായത് തെറ്റുത്തരമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്.
ഇവിടുത്തെ തെറ്റുത്തരം എന്താ? 2, 3. അത് നമുക്ക് ഇവിടുന്ന് ഓപ്ഷൻ നോക്കാം. 2 and 3. ഓപ്ഷൻ സി, 2 and 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇങ്ങനെ വേണം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ മുഖ്യമന്ത്രിമാർ, ഗവർണർമാർ, ലോക്സഭാ സീറ്റ്, രാജ്യസഭാ സീറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.